രണ്ടാമതൊന്ന്, ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും പല രീതിയിൽ പോകുന്നു, എല്ലാ ആരാധനയും വ്യത്യസ്തമാണ്. പക്ഷേ അതിനൊരു പൊതുവായ ചില അടിത്തറ വേണമല്ലോ. എല്ലാ ക്ഷേത്രങ്ങളുടെ ആരാധനാക്രമങ്ങളും ആചാരങ്ങളും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും പൊതുവായ ചില അടിത്തറ ഉണ്ടാവുമല്ലോ. ഭാരതീയമായ ഹൈന്ദവമായ എല്ലാ ആരാധനയ്ക്കും ചില പൊതു ഘടകങ്ങളുണ്ട്. ആ പൊതു ഘടകങ്ങളെയും താന്ത്രികവും പൂജാവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ ക്രോഡീകരിച്ച് ശാസ്ത്രീയമായി പഠിച്ച് തയ്യാറാക്കിയതാണ് ക്ഷേത്ര ചൈതന്യ രഹസ്യം. അതാണ് രണ്ടാമത്തെ സംഭാവന എന്ന് ഞാൻ പറയുന്നത്. അത് ചെറുതല്ല. അതിൻ്റെ പിന്നിൽ മാധവജി നടത്തിയ പ്രയത്നം എന്ന് പറഞ്ഞെന്നാൽ വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുള്ളത്, കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ താന്ത്രികന്മാരെയും മാധവജി കണ്ടിട്ടുണ്ട്. തപ്പിയെടുക്കാവുന്ന ഓലക്കീറുകൾ മുഴുവൻ തപ്പിയെടുത്ത് താന്ത്രികമായ കാര്യങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പല വീടുകളിലും തറവാടുകളിലും തട്ടുംപുറത്ത് ചെതലരിച്ച് കിടന്നിരുന്ന ഓലക്കെട്ടുകൾ എടുത്ത് അതിൻ്റെ മുന്നിലിരുന്ന് തപസ് ചെയ്തിട്ടുണ്ട് മാധവജി. ചെറുതല്ല. അതുപോലെ പലതരം ആചാരമുണ്ടല്ലോ, ഈ കൗളം അത് ഇതെന്നൊക്കെ പറയുന്ന പലതരം വ്യത്യസ്തങ്ങളായ സാത്വികവും രാജസികവും താമസികവുമായ ആരാധനാക്രമങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ ഒന്നും മാധവജി തള്ളി പറഞ്ഞിട്ടില്ല. ഇതിൻ്റെയൊക്കെ ആചാര്യന്മാർ, ആ കാലത്ത് ജീവിച്ചിരുന്ന ആചാര്യന്മാരെയും തന്ത്രിമാരെയും ജാതിഭേദമന്യേ സർവ്വ ആരാധനാ സമ്പ്രദായത്തിൻ്റെ ആചാര്യന്മാരെയും മാധവജി നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് അവരിൽ നിന്നൊക്കെ അതിനെ സംബന്ധിച്ച അറിവ് ആർജിച്ചിട്ടുണ്ട്. അതെല്ലാം പഠിച്ച് ഇതെല്ലാം കൂടി നിരത്തി വെച്ച് വേണമെങ്കിൽ ഒരു വലിയ ഒരു ക്യാൻവാസ് ഉണ്ടാക്കി വെച്ച് അത് കണ്ട് മനസ്സിലാക്കി ചർച്ച ചെയ്ത് യുക്തിസഹമായി അതിനെ ക്രോഡീകരിച്ച് ആ സാധനമാണ് ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്ന് പറഞ്ഞ് വന്നത്. ഇന്നും ഹൈക്കോടതിയുടെ ഒരേ ഒരു റഫറൻസ് ഗ്രന്ഥം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനാക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഒരേ ഒരു റഫറൻസ് ഗ്രന്ഥം എന്ന് പറയുന്നത് ക്ഷേത്ര ചൈതന്യ രഹസ്യമാണ്. അതിനു വേണ്ടി അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങളും സത്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിശദമായി പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്. മൂന്നാമത്, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ തന്ത്രപ്രവേശന വിളംബരം അത് വേറെ ആണെങ്കിലും ഈ തന്ത്രം സംരക്ഷിക്കണമല്ലോ. വിവിധ തരത്തിലുള്ള തന്ത്രവിദ്യകൾ സംരക്ഷിക്കണം. ക്ഷേത്രങ്ങളെയൊക്കെ നിലനിർത്തുന്നത് തന്ത്രവിദ്യയിലൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് സംരക്ഷിക്കാൻ സത്യത്തിൽ പല തറവാടുകളിലും പാരമ്പര്യമായി സംരക്ഷിക്കപ്പെട്ടു പോരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളോ അതിൻ്റെ അടിത്തറകളോ വാസ്തവത്തിൽ പുതിയ തലമുറകൾക്ക് അറിയത്തില്ല. പാരമ്പര്യമായി ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നു. അതെന്തിനാണ്, അല്ലെ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം പറയാൻ കഴിവുള്ളവർ വളരെ കുറവായിരുന്നു. കുറഞ്ഞു വരികയായിരുന്നു. അത് വന്നുപോയാൽ ഭാവിയിൽ ഇത് പറയാൻ കഴിയുന്ന ആരും ഇല്ലാണ്ടാവുകയും പണ്ട് ഹോമസ്ഥലത്ത് പൂച്ചയെ കൊട്ടയിട്ട് മൂടി എന്ന് പറഞ്ഞതുപോലെ ഒരു ചടങ്ങ് പോലെ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഗതികേടിലേക്ക് പോകും എന്ന് മാധവജി കണ്ടറിഞ്ഞിരുന്നു. അതുകൊണ്ട് മാധവജി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ തന്ത്രവിദ്യ സംരക്ഷിക്കണം എന്നുള്ള രണ്ടുദ്ദേശമായിരുന്നു. ഒന്ന്, തന്ത്രവിദ്യ സംരക്ഷിക്കുക, യുക്തിസഹമായി താന്ത്രികപരമായി എല്ലാ അതിൻ്റെ വശങ്ങളോടും കൂടി അതിനെ സംരക്ഷിക്കാൻ. അതിനു വേണ്ടിയായിരുന്നു തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചത്. തന്ത്രവിദ്യാപീഠത്തിൻ്റെ സ്ഥാപന ഉദ്ദേശവും അഥവാ അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് തന്ത്രവിദ്യ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചതാണ് മാധവജിയുടെ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയാവുന്നത്. അത് ഇന്നും കേരളത്തിലെ ഈ പറയുന്ന എല്ലാ പ്രധാന താന്ത്രികന്മാരുടെയും അനുഗ്രഹങ്ങളും അവരുടെ ശിക്ഷണങ്ങളും പ്രശിക്ഷണങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നു പോരുന്നു. അവിടെ നിന്ന് എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ വിധിപ്രകാരം നിശ്ചിത വർഷം അവിടെ താമസിച്ച് പഠിച്ച് തന്ത്രവിദ്യയുടെ അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ തന്ത്രിമാരാണ് ഇന്ന് കേരളത്തിൽ വ്യാപകമായിട്ടുള്ളത്. പാരമ്പര്യമായി പോരുന്ന ചിലരൊഴിച്ച് ബാക്കി തന്ത്രിമാരുണ്ടെങ്കിൽ ആ തന്ത്രിമാരിൽ പ്രമുഖരായ എല്ലാവരും തന്ത്രവിദ്യാപീഠത്തിൻ്റെ ഉൽപ്പന്നമാണ് എന്നർത്ഥം. അപ്പോൾ അതാണ് മാധവജിയുടെ ജീവിതത്തിലെ മൂന്നാമത്തെ സംഭാവന. ഈ നവോത്ഥാനത്തിൽ ക്ഷേത്രങ്ങൾക്ക് പങ്കുണ്ട്. ആ ക്ഷേത്രങ്ങളെ നിലനിർത്താൻ ഉള്ള ആശയപരമായ അടിത്തറയും ഒക്കെ വേണം. അത് ക്ഷേത്ര ചൈതന്യ രഹസ്യം. അതിനെ താന്ത്രികപരമായി സംരക്ഷിക്കേണ്ടതുണ്ട്. അതിന് തന്ത്രവിദ്യാപീഠം. ഇതെല്ലാം കണക്റ്റഡാണ് എന്നർത്ഥം. നാലാമത്തേതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഈ തന്ത്രപ്രവേശന വിളംബരം എന്നുള്ളത്. അതാണ് സത്യത്തിൽ പാലിയം വിളംബരം എന്ന് പറയുന്നത്. പാലിയം വിളംബരം പാലിയം സമരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സത്യത്തിലൊരു തട്ടിപ്പാണ്. കാരണം പാലിയം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അതിലൂടെ വഴി നടക്കാനുള്ള സമരം നടത്താൻ നിശ്ചയിച്ചിരുന്നത് സത്യത്തിൽ നടത്തിയിരുന്നതും അതിൻ്റെ ഭാരവാഹി സെക്രട്ടറി എന്ന് പറയുന്നത് പി.കെ. ഡീവർ എന്ന് പറയുന്ന ആളാണ്. പി. കൃഷ്ണൻ ധീവരൻ.
അദ്ദേഹമാണ് കൊച്ചി പ്രജാസഭാ മെമ്പറൊക്കെ ആയിരുന്നത്. ആ സെക്രട്ടറിയെ പോലും അറിയിക്കാതെ സ്വാതന്ത്ര്യ സമരത്തിന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി രാജ്യദ്രോഹികളായി മുദ്ര കുത്തപ്പെട്ട് നിരോധിക്കപ്പെട്ടിരുന്നതാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശദ്രോഹം നടത്തി രാജ്യദ്രോഹം നടത്തി എന്നുള്ള അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി, അവർക്കെപ്പോഴും ഈ അപമാനം ഉണ്ടായെന്നാൽ രക്ഷപ്പെടുന്നത് രക്തസാക്ഷികളെ ഉണ്ടാക്കിയിട്ടാണ്. അതിനുവേണ്ടി PK ഡീവറുടെ നേതൃത്വത്തിലുള്ള സമരസംഘടനയെ ബൈപ്പാസ് ചെയ്ത് പാർട്ടി അണികളെ കൊണ്ടുവന്ന് പാലിയം സമരം എന്ന പേരിൽ സംഘർഷം ഉണ്ടാക്കി രക്തസാക്ഷിയെ ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. പാലിയം സമരവും കേരള നവോത്ഥാന പാലിയം സമരം ആയിട്ട് സത്യത്തിൽ, കാരണം ക്ഷേത്രപ്രവേശനം നടത്താൻ കൊച്ചി രാജാവ് തീരുമാനിച്ചിരുന്നു. അതിന് വിഷു ആകാൻ വേണ്ടി ഒരു നല്ല ദിവസം നോക്കി വിഷുവിന് പ്രഖ്യാപിക്കാൻ വേണ്ടി കാത്തിരുന്നു. അതിന് മുമ്പ് രക്തസാക്ഷി ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു പൊറാട്ട് നാടകമായിരുന്നു പാലിയം സമരം. അതല്ല പാലിയം വിളംബരം. പാലിയം വിളംബരമാണ് സത്യത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടത്. പാലിയം വിളംബരമാണ് ഈ ജാതിഭേദമന്യേ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സമുദായത്തിൻ്റെ നിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം. അത് വേദകാല ദർശനമാണ്, പുതിയ കാര്യമല്ല. അപ്പോൾ അത് തന്നെ മുദ്രാവാക്യം ആക്കി വെച്ചുകൊണ്ടാണ് ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ജായതേ ദ്വിജ. അതാണ് പ്രമാണം, വേദപ്രമാണം. അപ്പോൾ ആ പ്രമാണം പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കും അങ്ങനെയാണെങ്കിൽ ദ്വിജനാകാമല്ലോ. ഈ പ്രമാണം ഇരിക്കെ ഈ ദ്വിജത്വം നൽകാൻ എന്താ തടസ്സം എന്ന് പാലിയം വിളംബരം വെറുതെ മുമ്പേ പറഞ്ഞ പോലെ പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. അതിനു മുൻപ് തിരുവിതാംകൂർ രാജാവിനെ കണ്ട് സംസാരിച്ചിരുന്നു. അപ്പം വെച്ചാൽ ആ പഴയ കാലത്തെ രീതി വെച്ച് നോക്കിയ രാജാവിൻ്റെ അനുജ്ഞ വാങ്ങിയിരുന്നു. കേരളത്തിലെ എല്ലാ തന്ത്രിമാരെയും കണ്ടിരുന്നു. വിവിധ ശ്രേണികളിലുള്ള തന്ത്രപ്രമുഖന്മാരെ മുഴുവൻ കണ്ട് സംസാരിച്ചു. അവരുടെ മുഴുവൻ അനുവാദം, അതുപോലെ പിന്നെ സന്യാസിമാരുടെ അനുഗ്രഹം, ഇതെല്ലാം നേടിയിട്ടാണ് അവരെയെല്ലാം പാലിയം അവിടെ വിളിച്ചു വരുത്തിയിട്ടാണ് അവിടെ ഇരുന്നുകൊണ്ടാണ് പാലിയം വിളംബരം എന്നുള്ളത്. അതിനെയാണ് തന്ത്രപ്രവേശന വിളംബരം എന്ന് പറയാവുന്നത്.